ഒരു കുടുംബം തകരുമ്പോൾ ഏറ്റവും കൂടുതൽ കരയുന്നത് ഭർത്താവോ ഭാര്യയോ മാത്രമല്ല, ഒന്നും അറിയാത്ത മക്കളുടെ ഹൃദയമാണ്. ഇസ്ലാം ഭർത്താവിനും ഭാര്യയ്ക്കും പരസ്പരം വിശ്വസ്തരായിരിക്കണമെന്ന് വളരെ ശക്തമായി പഠിപ്പിക്കുന്നു. വിവാഹബന്ധത്തെ വഞ്ചിക്കുന്നത് വലിയ പാപമായി കണക്കാക്കപ്പെടുന്നു. ഒരു നിമിഷത്തെ വികാരത്തിനോ ആഗ്രഹത്തിനോ വേണ്ടി ഒരു കുടുംബത്തിന്റെ സമാധാനവും മക്കളുടെ ഭാവിയും ഇല്ലാതാക്കുന്നത് എത്ര വലിയ വിഡ്ഢിത്തരമാണ്. 3 കുട്ടികളുടെ ഉപ്പയായ ഒരാളുടെ കൂടെയാണ് ഷഹല ഷെറിൻ ഇറങ്ങിപ്പോയത്. ശേഷം വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചു ഇരുവരുടെയും ഫോട്ടോ. സ്വന്തം ഭാര്യയെയും 3 മക്കളെയും സംരക്ഷിക്കാൻ പോലും തയ്യാറാകാത്ത ഒരാളെ വിശ്വസിച്ച് ജീവിതം തുടങ്ങാൻ ഇറങ്ങിപ്പോകുന്നത് എത്രത്തോളം ശരിയായ തീരുമാനമാണെന്ന് ചോദിക്കാതെ വയ്യ. ഇന്ന് കൂടെയുള്ള ആളെയും നാളെ ഇതേ രീതിയിൽ ഉപേക്ഷിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? ഒരു നിമിഷത്തെ വികാരത്തിന് വേണ്ടി ജീവിതം തകർക്കുന്നത് എളുപ്പമാണ്, പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ വില നൽകേണ്ടി വരുന്നത് പലപ്പോഴും നിരപരാധികളായ കുട്ടികൾക്കാണ്. ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളിൽ വികാരങ്ങൾ മാത്രം വഴികാട്ടിയാൽ അവസാനം നഷ്ടം എല്ലാവർക്കും തന്നെയാകും. ഇന്ന് സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വേദനാജനകമായ സംഭവങ്ങളിലൊന്നാണ് വിവാഹിതരായ ആളുകൾ സ്വന്തം കുടുംബത്തെ മറന്ന് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ വഞ്ചിക്കപ്പെടുന്നത് ഒരാൾ മാത്രമല്ല. ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയെ നഷ്ടപ്പെടുന്നു, ഒരു ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടുന്നു. അതിലും വലുതായി മക്കൾക്ക് അവരുടെ സുരക്ഷിതമായ കുടുംബജീവിതം നഷ്ടപ്പെടുന്നു. അവരുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത മുറിവുകൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഏറ്റവും വലിയ അമാനത്തുകളിൽ ഒന്നാണ് കുടുംബം. നമ്മുടെ ഓരോ തീരുമാനവും നമ്മുടെ മക്കളുടെ ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ട് വികാരങ്ങളുടെ പിന്നാലെ പോകുന്നതിന് മുമ്പ് അള്ളാഹുവിലുള്ള ഭയവും അന്ത്യനാളിലെ കണക്കും ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭർത്താവിന്റെ അവകാശത്തെക്കുറിച്ച് വളരെ ശക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസിൽ ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് രക്തവും ചലവും പുറത്തു വന്നാൽ അത് നക്കി വൃത്തിയാക്കിയാൽ ഒരു ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനോടുള്ള കടമ തീരില്ല എന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. അതുപോലെ ഭർത്താക്കന്മാരും ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അവരുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവനാണ്. ഇവിടെ ഇരു കൂട്ടർക്കും പറയാൻ പല കാരണങ്ങളും ഉണ്ടാകും. എന്നാലും ഒരു കാര്യം എല്ലാവർക്കും വ്യക്തമായി ഇവിടെ നിലനിൽക്കുന്നു. ഒരു ഭർത്താവിനെ വഞ്ചിച്ച ഭാര്യ മറ്റൊരാളെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് തനിക്കും ഈ ഗതി വരും എന്നുള്ള കാര്യം അവർ ചിന്തിക്കാത്തത്? അതല്ലെങ്കിൽ ഒരു ഭാര്യയെ വഞ്ചിച്ച ഭർത്താവിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു സ്ത്രീ തനിക്കും നാളെ ഇയാളിൽ നിന്നും ഇത്തരമൊരു അവസ്ഥ വരും എന്നുള്ള കാര്യം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? സ്വന്തം ഉപ്പയെ മറന്ന് മറ്റൊരാളെ കുഞ്ഞിന്റെ ഉപ്പയാക്കാൻ വേണ്ടി നടക്കുമ്പോൾ അയാൾ തന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും ഉപേക്ഷിച്ചാണ് ഈ കാര്യം ചെയ്യുന്നതെന്ന് എന്തുകൊണ്ട് ഇവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല? തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് വലിയ പ്രയാസങ്ങൾ തന്നെയായിരിക്കും. ഈ വാർത്തയ്ക്ക് പിന്നാലെ ഷഹല ഷെറിന്റെ ഭർത്താവായ ജയ്സലിനോട് സാമൂഹ്യ മാധ്യമത്തിലൂടെ ഒട്ടേറെ അഭ്യർത്ഥനകളാണ് പുറത്തു വരുന്നത്. മകനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കൂ, അവൾ മടങ്ങി വന്നാൽ ഒരിക്കലും അവളെ സ്വീകരിക്കരുത് എന്ന തരത്തിൽ. തീർച്ചയായും ഇപ്പോൾ തിരഞ്ഞെടുത്ത ജീവിതം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മൾ അത്തരത്തിലുള്ള ഒട്ടേറെ വാർത്തകൾ കേട്ട് തയങ്ങിയവരാണ്. ഒരുപക്ഷെ ഇനി സ്വന്തം ഭർത്താവിന്റെ പക്കലേക്ക് തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുമ്പോൾ ഒരിക്കലും അവർക്കതിനുള്ള അവസരം ലഭിക്കാതെ വരുമ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും ഇവരുടെ ജീവിതത്തിന്റെ പര്യവസാനം? ചിന്തിക്കാതെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ എങ്ങനെയാണ് ജീവിതം ഇല്ലാതാക്കുന്നു എന്നത് നോക്കൂ. ഒരിക്കലും നിങ്ങളിപ്പോൾ ഇറങ്ങിപ്പോയ യുവാവിന് നിങ്ങളുടെ മകനെ സ്വന്തം മകനായി കാണാൻ കഴിയില്ല. കാരണം അവർ അവരുടെ സ്വന്തം മക്കളെ പോലും തള്ളിക്കളഞ്ഞാണ് നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടിയുടെ ഭാവി ആലോചിച്ചെങ്കിലും ആ കുഞ്ഞിനെ അവൻ്റെ ഉപ്പയുടെ പക്കലേക്ക് എത്തിക്കുക. അങ്ങനെയെങ്കിൽ ആ കുട്ടിയുടെ ജീവിതമെങ്കിലും രക്ഷപ്പെട്ടേക്കാം.